ഓപ്പറേഷൻ സിന്ദൂറിനിടെ റഷ്യൻ വ്യോമസേന അവിശ്വസനീയമായ നേട്ടം സ്വന്തമാക്കിയിരുന്നതായി റഷ്യൻ സുരക്ഷാ തന്ത്രജ്ഞൻ അലക്സി മിഖലോവ് വെളിപ്പെടുത്തുന്നു. 314 കിലോമീറ്റർ അകലെയുള്ള പാകിസ്ഥാന്റെ AWAC വിമാനത്തെ തകർത്ത ഇന്ത്യൻ വ്യോമസേനയുടെ S-400 ട്രയഫ് സിസ്റ്റത്തിന്റെ മികവ് ചൂണ്ടിക്കാണിച്ചാണ് അലക്സിയുടെ ഈ വിശകലനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ AWACS വിമാനത്തിന് നേരെ ഇന്ത്യ നടത്തിയ ആക്രമണത്തെ സാങ്കേതികമായി കൃത്യമായ നീക്കമാണ് എന്നാണ് അലക്സി ചൂണ്ടിക്കാണിക്കുന്നത്. മെയ് 9, 10 തീയതികളിൽ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ച് IAF എയർ ചീഫ് മാർഷൽ അമർപ്രദീപ് സിംഗ് വിശദീകരിച്ച ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ റഷ്യൻ വിദഗ്ധൻ ഇന്ത്യൻ ആക്രമണങ്ങൾ സ്ഥിരീകരിക്കുന്നത്. 2022 റഷ്യൻ S-300V4 സിസ്റ്റം 217 കിലോമീറ്റർ അകലെയുള്ള ഒരു യുക്രൈനിയൻ യുദ്ധവിമാനം വെടിവെച്ച് വീഴ്ത്തിയ സമാനമായ സംഭവം പരാമർശിച്ചുകൊണ്ടാണ് അലക്സി ഇന്ത്യൻ വ്യോമസേന കൈവരിച്ച അവിശ്വസനീയമായ ഈ നേട്ടത്തെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. 314 കിലോമീറ്റർ അകലെയുള്ള AWACS തകർത്തതായാണ് എയർ ചീഫ് മാർഷൽ സിംഗ് നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. 314 കിലോമീറ്റർ അകലെയുണ്ടായിരുന്ന പാകിസ്ഥാൻ വ്യോമസേനയുടെ സാബ് 2000 എറിയോ AWACS വിമാനത്തെ ലക്ഷ്യം വെച്ച് പഞ്ചാബിൽ നിലയുറപ്പിച്ചിരുന്ന IAFന്റെ S-400 യൂണിറ്റ് മിസൈൽ തൊടുക്കുകയായിരുന്നു എന്നാണ് എയർ ചീഫ് മാർഷൽ വ്യക്തമാക്കിയത്. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ഡിംഗ മേഖലയ്ക്ക് മുകളിലൂടെ പറക്കുകയായിരുന്നു AWACS വിമാനം എന്നാണ് പറഞ്ഞത്. വ്യോമസേന ഇതിനെ തകർക്കുകയായിരുന്നു. AWACSനെ സംരക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട പാകിസ്ഥാന്റെ JF-17 യുദ്ധവിമാനങ്ങളെ ലക്ഷ്യമിട്ട് മറ്റൊരു ഓപ്പറേഷനും ഇതേ കാലയളവിൽ നടത്തിയതായി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. 200 കിലോമീറ്ററിലധികം അകലെയുള്ള സിയാൽകോട്ടിനടുത്ത് ഈ നിലയിൽ ഒരു JF-17 നശിപ്പിക്കപ്പെട്ടിരുന്നു. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഉപരിതല വിമാന മിസൈൽ ആക്രമണങ്ങളിൽ ഒന്നായാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഈ നേട്ടത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. 4 ദിവസം നീണ്ടുനിന്ന ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് കനത്ത നഷ്ടം വരുത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. S-400 സിസ്റ്റം ഉപയോഗിച്ച് 6 വിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെന്നും ബ്രഹ്മോസ് മിസൈൽ ആക്രമണം ബൊളാരി എയർബേസിലെ മറ്റൊരു AWACSനെ നശിപ്പിച്ചുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്.